ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും മൈ ഫെയ്ത്തിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം വളരെ പരിചയമുള്ളൊരു കഥയുണ്ട്. ബൈബിളിലെ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. എന്തുകൊണ്ടാണ് ധനവാൻ സ്വർഗത്തിൽ പോകാഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? തെറ്റൊന്നും ചെയ്തിട്ടല്ല, പകരം നന്മയൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇവിടെ ഈശോ നമ്മൾ ഓരോരുത്തരോടും പറയുന്നത് നമുക്ക് ഉള്ളതിൽ നിന്നും ഇല്ലാത്തവരുമായി പങ്കുവെക്കണമെന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ധനവാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സമ്പത്തുള്ള ആളുകളെയാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മളെല്ലാവരെയും ഉദ്ദേശിച്ചാണ് ഈശോ ധനവാൻ എന്ന് പറയുന്നത്. നമുക്കുള്ളതിൽ നിന്നും കൊടുക്കുവാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഏറ്റവും കുറവ് സമ്പത്തുള്ളവർ തനിക്കുള്ളതിൽ നിന്നും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോഴാണ് ദൈവത്തിന് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ബൈബിളിൽ തന്നെ നമുക്ക് കാണാമല്ലോ, വിധവയുടെ കാണിക്ക മറ്റുള്ളവരുടെ നേർച്ചകളേക്കാൾ എത്രയോ വിശിഷ്ടമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബൈബിളിൽ കാണുന്ന അനുഗ്രഹീതരായ സമ്പന്നരുണ്ട്. അവരിൽ ചിലരാണ് സക്കേവൂസ്, ശിമയോൻ, അരിമത്തിയക്കാരൻ ജോസഫ്. ഇവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടത് അവർ തങ്ങളുടെ സമ്പത്ത് മറ്റുള്ളവർക്കും കൂടി ഉപകാരമുള്ള രീതിയിൽ വിനിയോഗിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്കും ഈ ഓണക്കാലം ഒരു ബ്ലെസ്സഡ് ഓണക്കാലമാക്കിയാലോ. എല്ലാവരും തങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കറിയാവുന്ന പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ ശ്രമിക്കണം. കൂടെ ഒരു കാര്യവും ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള സഹായങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആർഭാടത്തിൻ്റെ ഭാഗമാകരുത്. മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കാനുള്ള ഒരു വിഷയവും ആക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഓണം ഒരു വെറൈറ്റി ആക്കല്ലേ.